ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പ്ലാന്റ്. എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ വിത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിത്തൊക്കെ എടുത്ത് കുഴിച്ചിട്ട് ഇതുപോലെ മുളപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഒരിക്കൽ കസ്റ്റാർഡ് ആപ്പിൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വിത്തെല്ലാം എടുത്ത് കുഴിച്ചിട്ടിട്ട് വളർന്നു വലുതായി നിൽക്കുന്ന ഒരു പ്ലാന്റാണത് കേട്ടോ. ഇതിപ്പോൾ 2-3 തവണയായി കായ്ക്കുന്നു. ഇത്രയും പൂക്കളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ 3-4 പിടിക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു സംഗതി എന്തിൻ്റെ തൈയാണെന്ന് പോലും അറിയില്ല. ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് കളയാതെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. നമ്മളുടെ പറമ്പിൽ തനിയെ മുളച്ച് വന്നതാണ് ഈ പേരത്തൈ കേട്ടോ. പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് അവനിപ്പോൾ വളർന്ന് ഇത്രയുമായി. ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ പേര. മുമ്പൊക്കെ വീട്ടിൽ പേരമരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒക്കെ റെഡ് കളറിലുള്ള പേരയായിരുന്നു. അകത്ത് ഒരുതരം പിങ്ക് കളർ ഒക്കെ ആയിട്ടുള്ള പേരയ്ക്കായിരുന്നു. ഇത് വൈറ്റ് ആണ് കേട്ടോ. നമുക്കിതിൽ നിന്ന് പാകമായ 2 എണ്ണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരെണ്ണം അമ്മയും കഴിച്ചു. റംബൂട്ടാൻ അങ്ങ് പൂത്ത് വാരി ഇഷ്ടം പോലെ കായ്ച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ കായ്ച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് കയ്യെത്താ കൊമ്പിലാണ് അത് നിൽക്കുന്നത് തന്നെ. ഡെയിലി മരത്തിൻ്റെ ചോട്ടി വന്ന് മേപ്പോട്ട് നോക്കിയേക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്രാവശ്യം ഒരെണ്ണം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് നമ്മളെ വീടിൻ്റെ കൂടെ 2 തമിഴന്മാർ പോകണത് കണ്ടത്. അപ്പം അമ്മ അവരെ വിളിപ്പിച്ച് അതിൻ്റെ ചില്ലയൊക്കെ വെട്ടിയ കൂട്ടത്തിൽ നമുക്കും 2 കഴിക്കാൻ കിട്ടി. അപ്പം എല്ലാം സെറ്റല്ലേ. ഓക്കെ, ബായ്.